മഹാത്മാഗാന്ധിക്ക് വെടിയേറ്റു. ലോകത്താകമാനമുള്ള മാധ്യമങ്ങളിൽ ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ലോക ജനത ഞെട്ടിത്തരിച്ചു. ഇന്ന് ജനുവരി 30 മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം. 1948 ജനുവരി 30 മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം നമ്മൾ ആചരിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ച ഋഷിതുല്യനായ രാഷ്ട്രപിതാവിൻ്റെ ഓർമ്മകൾക്കായി ഈ ദിനം നമുക്ക് മാറ്റിവെക്കാം. ലോകത്തിലെ അനന്യസാധാരണനായ വിമോചന പ്രസ്ഥാനത്തിൻ്റെ സൗമ്യനായ പ്രവാചകനായിരുന്നു മഹാത്മാഗാന്ധി. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ മരണ ദിവസം ജനുവരി 30 രക്തസാക്ഷിത്വ ദിനമായി ഭാരതം ആചരിക്കുന്നു. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അഥവാ മഹാത്മാഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ്. അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ നേതാവും വഴികാട്ടിയുമായിരുന്നു. അഹിംസയിലൂന്നിയ സത്യാഗ്രഹമെന്ന സമര സിദ്ധാന്തത്തിലൂടെ ലോകമെമ്പാടും അദ്ദേഹം ശ്രദ്ധേയനായി. മഹത്തായ ആത്മാവ് എന്നർത്ഥം വരുന്ന മഹാത്മാ, അച്ഛൻ എന്നർത്ഥം വരുന്ന ബാപ്പു എന്ന നാമവിശേഷണങ്ങൾ ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു. സാന്നിധ്യം അത് നമുക്ക് വ്യക്തമാക്കി തരികയാണ്. കേവലം ഒരു രാഷ്ട്രീയ നേതാവെന്നതിനേക്കാൾ ദാർശനികതയാണ് ഗാന്ധി ലോകമെമ്പാടും അറിയപ്പെട്ടത്. ഏറ്റവും കഠിനമായ പ്രതിസന്ധി ഘട്ടങ്ങളിലും സത്യം, അഹിംസ എന്ന മൂല്യങ്ങൾ അടിയുറച്ച് പ്രവർത്തിക്കുവാൻ മഹാത്മാഗാന്ധി പ്രത്യേകം ശ്രദ്ധിച്ചു. ജീവിതകാലം മുഴുവൻ അദ്ദേഹം ഹൈന്ദവ തത്വശാസ്ത്രങ്ങളുടെ പ്രയോക്താവായിരുന്നു. എല്ലാവിധത്തിലും സ്വാശ്രയത്വം പുലർത്തിയ ഒരു ആശ്രമം സ്ഥാപിച്ച് അവിടെ ലളിത ജീവിതം നയിച്ച് അദ്ദേഹം ഒരു പൊതുപ്രവർത്തകർക്ക് മാതൃകയായി. സ്വയം നൂറ്റുണ്ടാക്കിയ വസ്ത്രം ധരിച്ച് സസ്യാഹാരം മാത്രം ഭക്ഷിച്ച് ഉപവാസം അഥവാ നിരാഹാരം ആത്മശുദ്ധീകരണത്തിനും പ്രതിഷേധത്തിനുള്ള ഉപാധിയാക്കി മാറ്റി ഭാരതീയർ മഹാത്മാഗാന്ധിയെ രാഷ്ട്രപിതാവായി ആദരിക്കുന്നു. ജനുവരി 30 മഹാത്മാഗാന്ധിയുടെ അന്ത്യനിമിഷങ്ങൾ അദ്ദേഹത്തിൻ്റെ പൗത്രി മനു ഗാന്ധി പത്രക്കാരുമായി പങ്കുവച്ചത് ഇങ്ങനെയാണ്. പ്രാർത്ഥനാ മണ്ഡപത്തിലേക്കുള്ള പടികൾ 4 കയറിയപ്പോഴേക്കും ഏകദേശം 35 വയസ്സ് പ്രായമുള്ള ഒരു യുവാവ് ഗാന്ധിജിയുടെ മുമ്പാകെ വന്നു. ഗാന്ധിജിയിൽ നിന്ന് ഏകദേശം 2 വാരം മാത്രം അകലെ നിന്ന് വണങ്ങി. ഗാന്ധി പ്രതിവന്ദനം ചെയ്തു. ഇന്ന് പ്രാർത്ഥനയ്ക്കെത്താൻ കുറെ വൈകിയല്ലോ, ആ യുവാവ് പറഞ്ഞു. ഞാൻ വൈകി, ഗാന്ധിജി ചിരിച്ചുകൊണ്ട് പ്രതിവചിച്ചു. അപ്പോഴേക്കും യുവാവ് തൻ്റെ റിവോൾവർ വലിച്ചെടുത്ത് ഗാന്ധിജിയുടെ ആ അശുവായ ദേഹത്തിന് നേരെ തുടരെ 3 വെടിയുണ്ടകൾ ഒഴിച്ചു കഴിഞ്ഞിരുന്നു. ആദ്യ വെടി വയറിൽ കൊണ്ടു ഹേ രാം ഹരേ രാം എന്ന് മന്ത്രിച്ചുകൊണ്ട്, രണ്ടാമത്തെ വെടി അദ്ദേഹത്തിൻ്റെ അടിവയറ്റിൽ കൊണ്ടു, മൂന്നാമത്തെ വെടി നെഞ്ചത്തും. ഗാന്ധിജി മലർന്നു വീണു. കണ്ണട തെറിച്ചു പോയിരുന്നു. മുറിവുകളിൽ നിന്ന് രക്തം ധാരധാരയായി പ്രവഹിച്ചുകൊണ്ടിരുന്നു. ആബാഗാന്ധിയും താനും കൂടി ഗാന്ധിജിയെ പിടിച്ചിരുത്തി. 4-5 ആളുകൾ അദ്ദേഹത്തെ ഉടനെ ബിർള മന്ദിരത്തിലേക്ക് എടുത്തു. ഗാന്ധിജിയെ കടത്തിയിരുന്ന മുറി ഉടനെ അടച്ചു. ഗാന്ധിജിയുടെ സംഘത്തിലെ ദുഃഖവിവശനായ ഒരംഗം ഗാന്ധിജിയുടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. ബാപ്പു അന്തരിച്ചു. മഹാത്മാഗാന്ധി പ്രാർത്ഥനാ യോഗത്തിലേക്ക് നടന്നു പോകുന്ന വഴി വെടിയേറ്റ് മരിച്ചിരിക്കുന്നു എന്ന വിവരം വ്യസനസമേതം അറിയിക്കേണ്ടി വന്നു. ഭാരതത്തിലെ മുഴുവൻ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തു. കഴുത്തിൽ നിന്ന് വയറുവരെ ഗാന്ധിജിയുടെ ശുഭവസ്ത്രത്തിന്മേൽ ചോര പുരണ്ടതായി കണ്ടു. ചുറ്റുമുണ്ടായിരുന്ന സ്ത്രീകളും അവർ കുഴഞ്ഞു വീണു. ചിലർ ഗാന്ധിജിയെ മുൻപിൽ മറച്ചു നിന്നുകൊണ്ട് അദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിച്ചു. ജനക്കൂട്ടം അക്രമിയെ ഏതാനും നിമിഷം കൊണ്ട് പിടിച്ചു നിർത്തി. അപ്പോഴേക്കും പോലീസ് വന്ന് അയാളെ ഏറ്റെടുത്തു. എന്തുപറ്റിയെന്ന് പലരും വിളിച്ചു ചോദിച്ചുകൊണ്ടിരുന്നു. 5:46 ബിർള മന്ദിരത്തിൽ നിന്ന് ഗാന്ധിജിയുടെ അന്തേവാസി ബാപ്പുജി നിര്യാതനായി എന്നറിയിച്ചു. 1948 ജനുവരി 30 വെള്ളിയാഴ്ച ലോകത്തെ നടുക്കിയ ആ ദിവസം ബിർള മന്ദിരത്തിലെ മുറിയിൽ റോസാപുഷ്പദളങ്ങളാൽ ആവൃതമായ ഗാന്ധിയുടെ മൃതശരീരത്തിന് ചുറ്റുമിരുന്ന അടുത്ത ബന്ധുക്കൾ ഉൾപ്പെടെ 20 പേർ രാത്രി മുഴുവൻ പ്രാർത്ഥന നടത്തി. പ്രഭാതത്തിൽ പുണ്യപുരുഷന്റെ ദേഹം യമുന ജലത്തിൽ കുളിപ്പിച്ചു. മഹാത്മാഗാന്ധിയുടെ ശരീരത്തിൽ വെടിയേറ്റ പാടുകൾ ദൃശ്യമായിരുന്നു. മുഖമൊഴികെ ദേഹം മുഴുവൻ പുതിയതായി ഈർത്തുകൊണ്ടുവന്ന പുഷ്പങ്ങൾ കൂമ്പാരമായി കൂട്ടിയിട്ടിരുന്നു. ശംഖുനാദത്തിൽ നിന്നും മംഗളധ്വനികൾക്കുമിടയിൽ 11:45 ബിർള മന്ദിരത്തിൽ നിന്നും ഭൗതിക ശരീരം പുറത്തേക്ക് കൊണ്ടുവന്നു.
മഹാത്മാഗാന്ധി അമർ രഹേ എന്ന ശബ്ദം അന്തരീക്ഷത്തിൽ മുഴങ്ങവേ മൃതശരീരം വഹിച്ചുകൊണ്ടുള്ള വാഹനം 5.5 നാഴിക അകലെയുള്ള യമുനാ തീരത്തെ രാജ്ഘട്ടിലേക്ക് സാവധാനത്തിൽ നീങ്ങാൻ തുടങ്ങി. 4:15 മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര സംസ്കാര സ്ഥലത്തെത്തി. ചെങ്കോട്ടയ്ക്കും യമുനാ നദിക്കും ഇടയിലുള്ള വിശാലമായ തുറന്ന സ്ഥലത്ത് വെച്ചാണ് അന്ത്യകർമ്മങ്ങൾ നടന്നത്. സംസ്കാര കർമ്മം നടന്നത് യമുനാഘട്ടിൽ വെച്ചായിരുന്നില്ല, രാജ്ഘട്ടിൽ വെച്ചായിരുന്നു. പ്രധാനമന്ത്രിയും മറ്റ് മന്ത്രിമാരും സ്ഥലം സന്ദർശിച്ചതിൽ രാജ്ഘട്ട് ഗാന്ധിജിക്ക് സ്മാരകത്തിന് പറ്റിയ സ്ഥലം എന്ന് ബോധ്യപ്പെട്ടതിനാലാണ് ഇങ്ങനെ നിശ്ചയിച്ചത്. വൈകുന്നേരം കൃത്യം 4:50 മൃതദേഹം സംസ്കരിക്കപ്പെട്ടു. ഗാന്ധിജിയുടെ 3ാമത്തെ മകൻ രാംദാസ് ഗാന്ധിയാണ് ചിതയ്ക്ക് തിരികൊളുത്തിയത്. ഗാന്ധി അമർ രഹേ, ഹേ രാം ഹരേ രാമ. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ അശ്രുപൂജ അർപ്പിക്കുന്നു.